വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ പുലികളി മാറ്റിവെച്ച തീരുമാനം പുനഃപരിശോധിക്കണമെന്നാവശ്യപ്പെട്ട് പുലികളി സംഘങ്ങൾ തൃശൂർ കോർപ്പറേഷൻ മേയർക്ക് സംയുക്ത നിവേദനം നൽകി. പുലികളി നടത്താതിരുന്നു കഴിഞ്ഞാൽ വൻ സാമ്പത്തിക നഷ്ടമുണ്ടാകുമെന്ന് ഇവർ ചൂണ്ടിക്കാട്ടുന്നു. വിവരങ്ങളുമായി സൂരജ് സജ്ജിയാണ് തൃശൂരിൽ നിന്ന് ചേരുന്നത്. സൂരജ്, ഇത്തരത്തിലൊരു ആവശ്യം അവർ മുന്നോട്ട് വയ്ക്കുന്നു. കാരണം ഇതിൽ പങ്കെടുക്കുന്ന കലാകാരന്മാരുടെ ഉൾപ്പെടെ സാമ്പത്തിക സ്ഥിതി അത് ബാധിക്കും. അതുപോലെ തന്നെ മറ്റു വരുമാന മാർഗങ്ങളും ഇതിൽ നിന്നുണ്ടല്ലോ. അപ്പോൾ ഏത് തരത്തിലുള്ള ഒരു സമീപനമാണ് ഉണ്ടാവുക? കൃഷ്ണ, തീർച്ചയായും ഈ പുലികളി നടത്തണം എന്ന ആവശ്യം അത് കൂടുതൽ ശക്തമാക്കുകയാണ് ഈ പുലികളി സംഘങ്ങൾ. ഇന്ന് 9 സംഘങ്ങളാണ് ഈ സംയുക്തമായി ചേർന്നുകൊണ്ട് ഇത്തരത്തിൽ ഈ തൃശൂർ മേയർക്ക് ഒരു നിവേദനം നൽകിയിരിക്കുന്നത്. ഇവർ പ്രധാനമായും ആവശ്യപ്പെട്ടിട്ടുള്ള ഒരു സംയുക്ത യോഗം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കോർപ്പറേഷൻ വിളിക്കണം, അതിൽ പുലിക്കളി സംഘങ്ങൾ ഉൾപ്പെടുത്തണം, അതോടൊപ്പം തന്നെ കോർപ്പറേഷൻ പ്രതികളെ എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു യോഗം വിളിച്ച് ഇത് പുലിക്കളി നടത്തുന്നതിനുള്ള ഒരു നടപടി സ്വീകരിക്കണം എന്നുള്ളതാണ് ഇവർ ചൂണ്ടിക്കാണിക്കുന്നത്. ഇതിനോടകം തന്നെ ഈ പുലിക്കളിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരുക്കങ്ങൾ പൂർത്തിയാക്കി കഴിഞ്ഞു. 3 ലക്ഷം രൂപയാണ് കുറഞ്ഞത് ഒരു സംഘത്തിന് ഇതിനോടകം തന്നെ ചിലവായത്. ഇതിന്റെ രജിസ്ട്രേഷൻ നടപടികൾ അടക്കം പൂർത്തിയാക്കുകയും ചെയ്തു. അത് ഈ വയനാട് ദുരന്തത്തിന് ശേഷമാണ് ഇതിന്റെ ഈ രജിസ്ട്രേഷൻ നടപടികൾ അടക്കം പൂർത്തിയാക്കിയത്. ആ ഒരു ഘട്ടത്തിലെങ്കിലും ഇത്തരത്തിൽ ഈ പുലിക്കളി ഉണ്ടാകില്ല, അല്ലെങ്കിൽ ചിലപ്പോൾ മാറ്റിവെക്കേണ്ടി വരുമെന്ന ഒരു സൂചനയെങ്കിലും കോർപ്പറേഷൻ നൽകിയിരുന്നുവെങ്കിൽ തങ്ങൾക്ക് ഇത്തരത്തിലൊരു ബാധ്യത ഉണ്ടാകില്ലായിരുന്നു എന്നുള്ളതാണ് ഈ സംഘങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ തീരുമാനം പുനഃപരിശോധിക്കണം. ഇനി ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഈ പുലിക്കളി വേണ്ട എന്ന തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ തങ്ങൾക്കുണ്ടായ സാമ്പത്തിക ബാധ്യതയെങ്കിലും ഈ തൃശൂർ കോർപ്പറേഷൻ ഏറ്റെടുക്കാൻ തയ്യാറാകണം എന്നൊരു ആവശ്യമാണ് ഈ ഘട്ടത്തിൽ പുലിക്കളി സംഘങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നത്. ക്രിസ്റ്റീന. ശരി, സൂരജ് സജ്ജിയാണ് തൃശൂരിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.